ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 9th CBSE സിലബസിൻ്റെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിൻ്റെ ജനറൽ ഫോം എന്താണെന്ന് നോക്കാം. An equation of the form ax plus by plus c equal to 0 where a, b and c are real numbers such that a and b are not both 0 is called linear equation in 2 variables. ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. 2x plus 3y minus 5 equal to 0. ഇവിടെ a എത്രയാണ് വരിക? a എന്ന് പറയുന്ന എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ്, അത് 2 ആണ്. b എന്ന് പറയുന്നത് വൈയുടെ കോയഫിഷ്യൻ്റ് ആണ്, അത് 3 ആണ്. സി എന്ന് പറയുന്നത് എക്സും വൈയും ഇല്ലാത്തൊരു ടേം, കോൺസ്റ്റൻറ്റ് ടേം, അതിവിടെ -5 ആണ് വരുന്നത്. അപ്പോൾ സി വാല്യൂ എന്ന് പറയുന്നത് -5 ആണ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 6x minus 5y equal to 0.2. നമ്മൾ ആദ്യം ഇതിനെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 0.2നെ കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. 6x minus 5y minus 0.2 equal to 0 എന്ന് വരും. ഇപ്പോൾ ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളായി. ഇവിടെ a എന്ന് പറയുന്നത് 6ഉം ബി എന്ന് പറയുന്നത് വൈൻ്റെ കോയഫിഷ്യൻ്റ് -5ഉം സി എന്ന് പറയുന്നത് -0.2 ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2x is equal to 5y. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിനെ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ 2x minus 5y equal to 0 എന്ന് എഴുതാം. ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം ഇല്ല, സി ഇല്ല, അപ്പോൾ സി 0 ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 2x minus 5y plus 0 equal to 0 എന്നുള്ള ഫോമിൽ അതിനെ മാറ്റി എഴുതാം. എയുടെ വാല്യൂ എത്രയാണ്? എ വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആയിട്ടുള്ള 2 ആണ്. ബി വാല്യൂ എന്ന് പറയുന്നത് വൈയുടെ കോയഫിഷ്യൻ്റ് -5 ആണ്. സി എന്ന് പറയുന്നത് 0 ആണ്. അടുത്തൊരു ഇക്വേഷൻ നോക്കാം. 2x is equal to 3. ഇവിടെ വൈ വേരിയബിൾ ആയിട്ട് വരുന്ന ടേം ഈ ഒരു ഇക്വേഷനിലില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതുക? 2x അല്ലെ, 2xനെ 2 into x എന്ന് എഴുതാം. പ്ലസ് വൈ ഉള്ള ടേം ഇല്ലാത്തത് കൊണ്ട് അതിന് നമുക്ക് 0 into y എന്ന് എഴുതാം. 0 into y എന്താണ്? 0 തന്നെയാണ്. അപ്പോൾ ആ വൈനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് 0 into y എന്നുള്ള ഫോമിൽ എഴുതിയത്. 2 into x plus 0 into y -3 equal to 0 എന്ന് വരും. ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് a വരിക. അപ്പോൾ a is equal to 2ഉം b എന്ന് പറയുന്നത് വൈയുടെ കോയഫിഷ്യൻ്റ് ആണ്, b 0 ആണ്. c എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ടേം -3 ആണ് വരിക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്